ഇടുക്കി ജില്ലയിലെ ഓഫ് റോഡ് പ്രവർത്തനങ്ങൾ നിരോധിച്ചപ്പോൾ പ്രതിസന്ധിയിലായത് ജീപ്പ് സവാരി ആശ്രയിച്ച് ജീവിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളാണ്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സവാരി നിലച്ചതോടെ വിനോദസഞ്ചാരികളുടെ വരവിലും ഗണ്യമായ കുറവ് സംഭവിച്ചു. വാഗമൺ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ജീപ്പ് ഡ്രൈവേഴ്സിന്റെയും കച്ചവടക്കാരുടെയും ഉപജീവനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ 15 ദിവസമായിട്ട് ഞങ്ങൾക്ക് കൊച്ചിന് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, ഒരു ആശുപത്രി ചെലവിന് പറ്റുന്നില്ല, അരി മേടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഉപജീവന മാർഗം ഈ ഒരു വാഹനം കൊണ്ടുള്ളതാണ്. കഴിഞ്ഞ 15 ദിവസമായി വാഗമൺ മേഖലയിലെ ജീപ്പ് സഫാരിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ദിവസവും രാവിലെ ജീപ്പുമായി സ്റ്റാൻഡിലെത്തും. നിരോധനമുള്ളത് കൊണ്ട് തന്നെ ആളുകൾ വരില്ല. ഞങ്ങളുടെ ഇവിടെ 300 തൊഴിലാളികളുണ്ട്. 300 തൊഴിലാളികളുടെ 300 കുടുംബമാണ് ജീവിക്കുന്നത്. ഈ 300 കുടുംബത്തിൻ്റെ ഇവർ പരിഗണിക്കണം. ഞങ്ങൾ ഓടുന്നത് 1000 രൂപയ്ക്ക് ഓടുകയാണെങ്കിൽ 750 രൂപ സർക്കാരിന് തന്നെയാണ് പോകുന്നത്. ബാക്കി ഞങ്ങൾക്ക് കിട്ടുന്നത് 250 രൂപയേ ഉള്ളൂ. ഈ 250 രൂപ വെച്ചാണ് ഞങ്ങൾ ഈ ഉപജീവന മാർഗം നടത്തുന്നത്. ഓഫ് റോഡ് പ്രവർത്തനങ്ങൾക്കും ജീപ്പ് സഫാരിക്കും കർശന മാനദണ്ഡങ്ങൾ വരുന്നതിനോട് ഇവർക്ക് എതിർപ്പില്ല. പക്ഷേ ജില്ലയിൽ ഒന്നടങ്കമുള്ള നിരോധനത്തിലൂടെ വഴിമുട്ടുന്നത് 100 കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ്. DTPCയുടെ നിയന്ത്രണത്തിൽ ജീപ്പ് സഫാരി കൊണ്ടുവരുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ പറ്റി ഇവർക്ക് പറയാനുള്ളത് കൂടെ ഒന്ന് കേൾക്കാം. വരുന്ന വാഹനങ്ങളിലെ സഞ്ചാരികളെ കയ്യും കാലും കാണിച്ച് അല്ലെങ്കിൽ ഈ കാർഡ് കാണിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ഇത്തരം ഒരു സഫാരി പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഈ മേഖലയിലെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ ഉപജീവന മാർഗം. ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ട് തടഞ്ഞു കിടക്കുന്നതിൻ്റെ പേരിൽ വാഗമണിലെ വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടുള്ള വക്കലായി. കർശന മാനദണ്ഡങ്ങളോടെ ഘട്ടം ഘട്ടമായി ജില്ലയിലെ ജീപ്പ് സഫാരി വീണ്ടും പുനരാരംഭിക്കുന്നുണ്ട്. പക്ഷേ 15 ദിവസം കൊണ്ട് തകർന്ന വിനോദസഞ്ചാര മേഖലയും ജീപ്പ് സഫാരിയും എങ്ങനെ തിരിച്ചുപിടിക്കുമെന്ന ആശങ്കയിലാണിവർ. നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.